ഹലോ, നമുക്കിന്ന് ചൂര മീൻ എങ്ങനെ അച്ചാറിടാമെന്ന് നോക്കാം. ഞാൻ 1 കിലോ ചൂരയാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ അത് അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കാം, നോർമലായിട്ടും വെക്കാം. ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതാണിത്. ഈ മീൻ ഞാനിന്ന് എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതൊരു 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് നമുക്കിതിനകത്ത് എയർ ഫ്രയറിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കാം. ആവശ്യമാണെങ്കിൽ മാത്രം വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. എണ്ണ തൂക്കണം നിർബന്ധമില്ല. പിന്നെ മീൻ അതിനകത്തേക്ക് നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് എണ്ണ നമുക്ക് പുരട്ടി കൊടുക്കാം. വേണമെങ്കിൽ പുരട്ടി കൊടുത്താൽ മതി. അതിനുശേഷം ഒരു 30 മിനിറ്റ് 180 ഡിഗ്രിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എയർ ഫ്രയർ യൂസ് ചെയ്ത് മീൻ വറുക്കുന്നതുകൊണ്ട് എണ്ണ ഒരുപാട് ഒട്ടും ആവശ്യമായിട്ട് വരത്തില്ല. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരുപാട് എണ്ണ വേണ്ടി വരും സാധാരണ അച്ചാറിടുമ്പം വറുത്തെടുക്കുന്നതിന്. ഇത് ഒട്ടും എണ്ണയില്ലാതെ നമുക്ക് എയർ ഫ്രയറിൽ നമുക്ക് ഈ മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ആദ്യം ഒരു കുറച്ച് കഴിയുമ്പോൾ ഒന്ന് എടുത്തിട്ട് ഒന്ന് നോക്കണം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണമെന്നില്ല. ജസ്റ്റ് ആയോയെന്ന് ഞാനൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് എടുത്ത് നോക്കിയായിരുന്നു. അപ്പോൾ ആയിട്ടില്ല. അപ്പോൾ വീണ്ടും കുറച്ച് നേരം കൂടെ ഒരു ടോട്ടൽ ഒരു 30 മിനിറ്റ് വെക്കുന്നുണ്ട്. ആ 30 മിനിറ്റ് കൊണ്ട് ഇത് ഫ്രൈ ആയി വരും. അത് നമുക്ക് ഈ പരുവത്തിൽ വേണം കിട്ടാൻ. കാരണം അച്ചാറിനായതുകൊണ്ട് കുറച്ച് അത്യാവശ്യം ഈ പരുവത്തിൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിനാവശ്യമായിട്ടുള്ള പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ കായപ്പൊടി, ഇത്രയാണ് വേണ്ടത്. ഒരു അടികട്ടിയുള്ള പാത്രത്തിൽ എണ്ണ ചൂടാക്കി കടുകും കുറച്ച് ഉലുവയും കൂടെ ഇട്ട് പൊട്ടിച്ചെടുക്കാം. അത് പൊട്ടിയതിന് ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അത് കുറച്ച് ചതച്ച പരുവത്തിന് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നമ്മളതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കണം. ആ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് ഇളക്കി ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് തീ ഏറ്റവും നല്ലപോലെ കുറച്ച് വെച്ചിട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് ഇളക്കാം. സിമ്മിലിട്ട് വേണം പൊടികൾ ഇളക്കാൻ. കുറച്ച് നേരം ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വിനാഗിരി ഒരു കപ്പോളം ഒഴിച്ചിട്ടുണ്ട് വിനാഗിരി. ആ വിനാഗിരിയും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലപോലെ നമുക്ക് ആവശ്യത്തിന് ഗ്രേവി കുറച്ച് ഇത് ലൂസായിട്ട് ജ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വിനാഗിരി ഒഴിക്കാം. അതിനുശേഷം മീൻ വറുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഈ ഒരു പരുവത്തിൽ നമ്മുടെ മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി ഒരു നാളെ ആകുമ്പോഴത്തേക്ക് ഒന്നുകൂടെ സെറ്റാവും. അന്നേരം വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരിയും കുറച്ച് ഉപ്പും വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പരുവത്തിലാക്കി നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. തണുത്തതിന് ശേഷം മാത്രമേ നല്ലൊരു ഒട്ടും വെള്ളമയം ഇല്ലാത്ത നല്ലൊരു കുപ്പിയിലാക്കി നമുക്ക് യൂസ് ചെയ്യാം. ഇത് അടുത്ത ദിവസം ആ മീനച്ചാറിൻ്റെ ഒരു പരുവാണ്. നല്ല മീനിലേക്ക് ആ ഗ്രേവിയൊക്കെ പിടിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ചൂര മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.